I announced a comprehensive review of the Income Tax Act 1961. This was completed in a record time, and the Income Tax Act 2025 will come into effect from 1st April 2026. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലാതെ കേന്ദ്ര ബജറ്റ്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ ശിക്ഷ മാത്രം. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും. ബജറ്റ് ഭാവിയിലേക്കുള്ള ചുവടുവെപ്പെന്ന് പ്രധാനമന്ത്രി. നിർമ്മല സീതാരാമന് പ്രശംസ. आज का बजट ऐतिहासिक है. ये बजट अपार अवसरों का राजमार्ग है. ये बजट वर्तमान के सपनों को साकार करता है. നിറം മങ്ങിയ ബജറ്റ് എന്ന കോൺഗ്രസ്. കുത്തനെ ഇടിഞ്ഞ് ഓഹരി വിപണി. കേരളത്തെ കൈയൊഴിഞ്ഞ ബജറ്റ്. അതിവേഗ റെയിൽ ഇഴനാഴി പരിഗണിച്ചില്ല. എയിംസ് ഇല്ല. വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശവുമില്ല. കടലാമ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം. പ്രതിഷേധിച്ച് എംപിമാർ. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന് കേന്ദ്രമന്ത്രി മറന്നെന്ന് മുഖ്യമന്ത്രി. മനഃപൂർവ്വം കേരളത്തെ ഉപേക്ഷിച്ചെന്ന് വി.ഡി. സതീശൻ. കേന്ദ്ര പദ്ധതികൾ കേരളം നടപ്പാക്കുന്നില്ലെന്ന വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖർ. സി.ജെ. റോയ്ക്ക് യാത്രാമൊഴി. മൃതദേഹം ബംഗളൂരുവിലെ റിസോർട്ടിൽ സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി കണ്ഠര രാജീവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ എത്തിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാളെ ആൻജിയോഗ്രാമിന് വിധേയനാക്കും. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാനില്ല. ടീമിനെ വിലക്കി പാക് സർക്കാർ. മറ്റു മത്സരങ്ങളിൽ കളിക്കും. മത്സരം നടക്കേണ്ടത് ഫെബ്രുവരി 15 കൊളംബോയിൽ. കൊച്ചി ആവേശത്തിലാക്കി ന്യൂസ് 18 നെറ്റ്വർക്ക് റൺ മാരത്തോൺ. 3500-ലേറെ പേർ പങ്കെടുത്തു. മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തത് ജില്ലാ കളക്ടർ. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു.